ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ലാറ്റ്വിയൻ്റെ തന്നെ അടുത്തുള്ള കൺട്രിയായ എസ്റ്റോണിയക്ക്. പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ടാലിനിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് പിന്നെ ടോട്ടലി പ്ലാൻ എന്ന് പറഞ്ഞാൽ 2 കൺട്രി കവർ ചെയ്യും. പിന്നെ 2 ഡേയ്സ് ട്രിപ്പാണ്. പിന്നെ ടാലിൽ നിന്ന് നേരെ ഫെറി കയറിയിട്ട് പിന്നെ അടുത്ത കൺട്രിയായ ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയായ ഫിൻലാൻഡിലോട്ട്, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഹെൽസിങ്കി. അങ്ങനെ 2 കൺട്രീൻ്റെയും ക്യാപിറ്റൽ കവർ ചെയ്യാനാണ് ടോട്ടൽ പ്ലാൻ. ഇപ്പോൾ ഞാൻ ഉള്ളത് റിഗയിലാണ്. റിഗയിൽ ഇപ്പോൾ മോർണിംഗ് ആണ്. പിന്നെ ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ എസ്റ്റോണിയ പോകും. അവിടുന്ന് മറ്റേ ഷിപ്പില്ലേ അത് കയറിയിട്ടാണ് ഹെൽസിങ്കിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് റിഗ ബസ് സ്റ്റേഷൻ. പിന്നെ അപ്പുറത്ത് നേരെ റിഗൻ്റെ സെൻട്രൽ മാർക്കറ്റായത്. ഈ എക്കോലൻസ് ബസ്സിലാണ് നമ്മൾ എസ്റ്റോണിയക്ക് പോകുന്നത്. റിഗ ടു ടാലിൻ. അങ്ങനെ നമ്മൾ റിഗയിൽ നിന്ന് ടാലിനിലോട്ടുള്ള യാത്ര തുടർന്നു എസ്റ്റോണിയക്കുള്ള. പിന്നെ ഏകദേശം ഒരു 4.5 മണിക്കൂർ എത്തും അവിടെ എത്താൻ. പിന്നെ അവിടെ എത്തിയിട്ട് നേരെ ഫെറിയിൽ കയറിയിട്ട് ഫിൻലാൻഡ്. അതാണ് പ്ലാന്. എന്തായാലും നല്ല വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ പോവാണ്. പിന്നെ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് നോക്കാം. ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ് റിഗയിൽ നിന്ന്. പിന്നെ ഇപ്പോൾ പോന്നിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ ആയി. ഇപ്പോൾ ഹൈവേയിൽ കൂടെ ഇങ്ങനെ പോവാണ്. പിന്നെ ഇപ്പോൾ ഡേ ടൈം വളരെ കുറവാണ്. ഇപ്പോൾ റിഗയിലൊക്കെ ഏകദേശം ഒരു 3:30 സമയമാകുമ്പോൾ, വിൻ്റർ ആയതുകൊണ്ടാണ് 3:30 സമയമാകുമ്പോൾ പിന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങും. ഇപ്പോൾ ഞങ്ങളവിടെ എത്തുന്ന ഏകദേശം ഒരു 2 മണിയൊക്കെ ആവും. അപ്പോൾ അതിന് ഏകദേശം ഇരുട്ടാവേണ്ടതാണ്. ഏതായാലും വിൻ്റർ ആണെങ്കിലും സ്നോ ഒന്നും ഇപ്പോൾ ഇല്ല. പിന്നെ സ്നോ വന്നൊക്കെ മെൽറ്റായി പോയി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്നോഫാളൊന്നും ഇല്ലാത്തതുകൊണ്ട്, വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇവരിപ്പോൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാം തരിശ് ഭൂമിയാണ്. പിന്നെ എന്തായാലും സ്നോഫാൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ല. അതുകൊണ്ടാണ് വന്നതൊക്കെ മെൽറ്റായി പോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ കാണിക്കണേ. ഇതിപ്പോൾ ഏതോ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ്. നല്ല അടിപൊളി വ്യൂ. മരങ്ങളായതുകൊണ്ട് അങ്ങോട്ട് അങ്ങനെ വലിപ്പമുള്ളൊരു ടൗൺ. ഇത് എസ്റ്റോണിയക്ക് പോകുന്ന അവിടെ വഴിയിൽ ബസ്സൊന്ന് നിർത്തിയതാണ്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടിലുള്ള പോലെ തന്നെ. എന്തായാലും അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെ, കുഴപ്പമില്ല. ഇവിടെ സ്നോ വന്നിരുന്നു, പക്ഷേ ഇപ്പോഴും കുറച്ച് പിന്നെ മെൽറ്റ് ആവാണ്ട് കിടക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. നമുക്ക് ഈ റൂട്ടിന് ഇനിയും കുറേ പോകാനുണ്ട്. ബസ് നിർത്തിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങി നടന്നതാണ്. ഇവിടെ ഇന്ന് നല്ല മഴയാണ് വേണ്ട. പിന്നെ താഴെയൊക്കെ വെള്ളം കിടക്കുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പുമുണ്ട്. പിന്നെ നമുക്ക് ടൈം വളരെ കുറവാണ്. ഇപ്പോൾ ബസ് അവിടെ എത്തിയിട്ട് നമുക്ക് ഫെറീൻ്റെ ടൈം ഏകദേശം ചെറിയ മാറ്റമുള്ളൂ. അപ്പോൾ അവിടെ ബസ് ഇറങ്ങി നേരെ ഫെറി കയറി പിന്നെ നേരെ ഹെൽസിങ്കിയാണ് മെയിൻ ലക്ഷ്യം, ഫിൻലാൻഡ്. പിന്നെ അതെന്തായാലും മാക്സിമം കവർ ചെയ്യണം. ലാറ്റ്വിയയിലുള്ള പോലെ തന്നെ റിമിയൊക്കെ ഇവിടെ ഉണ്ട്. റിമി, ലിഡിൽ, അങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റൊക്കെ അതായത് ഇവിടെയുണ്ട്. സർക്കിളൊക്കെ ഏകദേശം ലാറ്റ്വിയ പോലൊക്കെ തന്നെ ഉണ്ട്. ബിൽഡിംഗ് ആർക്കിടെക്ചറും ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം ഓക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഈ എസ്റ്റോണിയയിലും ഫിൻലാൻഡിലൊക്കെ എന്ന് പറയുന്നത് ക്രിസ്മസ് ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ മൊത്തം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോകണം. എന്തായാലും ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് പോകുന്നത്. അവിടെ അശ്വിന സെറ്റല്ലേ? ഒടുക്കത്തെ ചാട. ഇവിടെ ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് പിന്നെ അങ്ങനെ ബസ് എടുത്ത് പോവാണ്. ഫോക്കസ് ആവണില്ല പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം ടാലിൻ്റെ ഔട്ടറെത്തി സിറ്റിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം 3-4 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഇരുട്ടായി. എന്നാലും ഇനി അവിടെ ഇറങ്ങിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ടാലിനെത്തി. അങ്ങനെ ഒരു 4
4.5 മണിക്കൂറിൻ്റെ ശേഷം ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ടെല്ലിനെത്തി, എസ്റ്റോണി എത്തി. ഇനി ഇവിടുന്ന് നേരെ കാറ് ബുക്ക് ചെയ്തിട്ട് ഫെറീൻ്റെ അവിടേക്ക് പോകും. എന്നിട്ട് ഫെറി കയറിയിട്ട് ഏകദേശം ഒരു നൈറ്റ് സമയമാകുമ്പോൾ നമ്മൾ ഹെൽസിങ്കി എത്തും. അതെല്ലാം അവിടെ എത്തിയിട്ട് നോക്കാം. ഇതാണ് ബസ് സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഫെറി കയറാൻ ഇവിടെ ടെർമിനൽ എയിൽ വന്നു. ഇവിടെ നിന്നാണ് നമ്മളെ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഫെറീൻ്റെ കമ്പനി എക്രോ ലൈൻ. പിന്നെ നമ്മൾ ഏകദേശം ബോർഡിംഗ് ആയി 6:30 ഇവിടുന്ന് എടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ഇവരുടെ ബോർഡിംഗ് കാർഡ്. അങ്ങനെ അതുമായിട്ട് ഷിപ്പിൽ കയറാൻ പോവാണ്. ഇതാണ് ഈ ടെർമിനൽ ലൈൻ്റെ ഒരു ഉൾവശം എന്ന് പറയുന്നത്. അങ്ങനെ ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലെത്തി. ഇതാണ് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഈ ഷിപ്പിൽ കയറാൻ. ഏതായാലും എസ്റ്റോണിയിൽ നിന്ന് ഇനി ഹെൽസിങ്കിയിൽ എത്തിയിട്ട് കാണാം. ഞാൻ ഷിപ്പ് കയറുന്ന വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഷിപ്പ് കയറാൻ പോകുന്നത്. ഇതാണ് എക്രോലൈൻ്റെ ഷിപ്പ്. ഒരുപാട് ആൾക്കാരുണ്ട്. കാണുന്നതാണ് ഷിപ്പ്. അങ്ങനെ അതിലോട്ട് ഇങ്ങനെ പിന്നെ നടക്കുകയാണ്. നല്ല അടിപൊളി വലിയ ഷിപ്പാണ്. ഉള്ളിൽ കയറിയതിൻ്റെ സൈസ് അറിയാമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ ഫെറീൻ്റെ ഉള്ളിൽ കയറി. എന്തോ ഒരു മാളിലൊക്കെ കയറിയൊരു ഫീല്. മുകളിലേക്കൊന്ന് കയറി നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഏറ്റവും ടോപ്പിലെത്തി. ഇതാണ് ഒരു മോൾ വശം. ഓ, ഇവിടുന്ന് സിറ്റീൻ്റെ വ്യൂ ഇതാ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ സിറ്റീൻ്റെ വ്യൂ. അവിടെ ഒരു ജയന്റ് വീലൊക്കെ അവിടെ ഒരു ബാൾട്ടിക് എന്ന് പറഞ്ഞിട്ട് ഹെവി ഒരു ക്രൂയിസ് ഷിപ്പ്. ഏതായാലും ഇവിടുന്നുള്ള വ്യൂ ഏതായാലും അടിപൊളിയാണ്. സെറ്റ്. അതിൻ്റെ മുകളിൽ നല്ല കാറ്റോടെ നല്ല തണുപ്പുണ്ട്. നമ്മളെ പിള്ളേരൊക്കെ പുറത്തേക്കുള്ള കാഴ്ചയും കണ്ട് നിൽക്കുക. എന്താണ് കൈ സെറ്റല്ലേ അശ്വിനെ? എവിടെ? അതവിടെ ബാൾട്ടിക് ഞാൻ നേരത്തെ കാണിച്ചതില്ല. അത് പോകണം. സെറ്റ്. ഏതായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു ഷിപ്പ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷിപ്പിൽ കയറുന്നത്. ഇനിയിപ്പോൾ ഇത് മൂവ് ചെയ്തിട്ട് ബാക്കി നോക്കാം. എന്നാലും സിറ്റൊക്കെ ഏകദേശം അടിപൊളി. ഏരിയയൊക്കെ നല്ല അടിപൊളി. ഫൈനലി നമ്മളെ ഷിപ്പ് മൂവ് ചെയ്തു. അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് മുകളിൽ. അങ്ങനെ ഇനി 8.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഹെൽസിങ്കിയിലെത്തും, ഫിൻലാൻഡ്. ഏതായാലും അടിപൊളി. ഇതേതായാലും വേറെ ടെർമിനലാണ് ഷിപ്പിൻ്റെ. നൈസ്. ഏതായാലും നല്ല തണുപ്പുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ കണ്ടില്ലേ? സെറ്റ്. അടിപൊളിയായിട്ട് കുറേ കിളികളുണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ പറന്നു പോയി. അടിപൊളി. ഷിപ്പ് അങ്ങോട്ടേക്ക് ടേൺ ചെയ്യുന്നു. ഓ, ഹെവി ഷിപ്പാട്ടാ. അങ്ങനെ എസ്റ്റോണിയൻ്റെ പിന്നെ ടാലിൻ്റെ കര വിട്ട് പോവാണ്. ഇതാണ് ഒരു ടാലിൻ സിറ്റീൻ്റെ ഒരു വ്യൂ, നൈറ്റ് വ്യൂ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം. ഷിപ്പ് അതാ അങ്ങോട്ടേക്ക് കരക്കടിയാൻ പോകുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ സൈസ് മനസ്സിലാവില്ല. ഇതിൽ അടുത്തെത്തുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വലിപ്പം മനസ്സിലാവും. ഷിപ്പിൻ്റെ മുകളിൽ താഴോട്ട് ഇറങ്ങി അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവിടെ കിച്ചണാന്ന് തോന്നുന്നത്. പിന്നെ ഇതൊരു റെസ്റ്റോ ബാറ്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉൾവശം. പിന്നെ ഇതാ ഇവിടെ വേറെ റെസ്റ്റോ ബാർ തന്നെ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാറും എല്ലാം ഉണ്ട്.
നമ്മൾ ടോട്ടൽ 2 മണിക്കൂറാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഷിപ്പൊക്കെ കുറച്ച് കയറി കാണാം. പിന്നെ ഇവിടെ പിള്ളേർ ഫുള്ള് ഇവിടെ ഉണ്ട്. എല്ലാവരും സെറ്റല്ലേ അശു? പൊളി. ഇവിടെ കുറേ പർച്ചേസിങ്ങിൻ്റെ അടിപൊളി. ഇതിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം. കുറേ റെസ്റ്റോറൻറ്റുകളാണ് കൂടുതലും. ഈ ഷിപ്പ് എത്ര 4-5 ഫ്ലോർ എങ്ങാനും ഉണ്ട്. അതിൽ കയറി വരാനുള്ള സ്റ്റെയറാണിത്. പിന്നെ ഫുള്ളിങ്ങനെ റെസ്റ്റോ ബാറുകൾ അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള നല്ല വ്യൂ ഉണ്ട്. നമ്മൾ ഏകദേശം സിറ്റി വിട്ട്. അതാണ് ഈ ഷിപ്പിലിങ്ങനെ നടക്കുമ്പോൾ അല്ലേ നമുക്ക് ഈ വെയിറ്റ് ഇല്ലാത്തൊരു ഫീലാണ്. നമ്മളിങ്ങനെ മേലോട്ടേക്ക് നടക്കുമ്പോഴേക്ക് ഇങ്ങനെ ചെരിയുന്നൊക്കെ ഉണ്ട്. അതങ്ങനെ പോകുന്നുണ്ട് സൈഡോട്ടൊക്കെ. ഇത് നമ്മൾ 8 ഡെക്കിലാണ് ഉള്ളത്. ടോട്ടൽ 9 ഡെക്ക് ഉണ്ട്. 9 ഡെക്കിൽ ഓരോ ഫ്ലോറിലുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തത്. പിന്നെ താഴത്തെ 1, 2 എന്ന് പറയുന്നത് നമ്മളെ ഈ വെഹിക്കിൾസ് ഒക്കെ അല്ലേ, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കുറേ കയറ്റുന്ന കണ്ടു. എന്തായാലും കൊള്ളാം. അപ്പോൾ കുറേ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. ഡാൻസ് ബാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും പോയി നോക്കാം. ഇവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കയറുമ്പോൾ നടക്കുമ്പോൾ ഒക്കെ അതാ ഇങ്ങനെ നമുക്ക് സൈഡോട്ട് ഇങ്ങനെ ഒരു ചെരിവും വരച്ചിലൊക്കെ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഈ ഷിപ്പിൽ കയറുന്നത്, അതുകൊണ്ടായിരിക്കും. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസാണ്. ഇതാണ് ഇതിൻ്റെ ഓരോ ക്യാബിൻസ്. ഇവിടെയൊക്കെ ടിക്കറ്റ് കൂടുതലാണ്. നമ്മളെ എക്കണോമി ടിക്കറ്റാണ് എടുത്തത്. ഏതായാലും അടിപൊളി. നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ അതേ ഒരു ഫീല്. ഇത് ഷിപ്പിൻ്റെ സൈഡ് വ്യൂയും ടോപ്പ് വ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ ഡോട്ട് കാണുന്നില്ലേ, അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. പിന്നെ ഇതേപോലെയാണ് ഏകദേശം ഈ ഏരിയയിൽ ഫുൾ ആർക്കിടെക്ചർ വരുന്നത്. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ആണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് നോക്കാം. അങ്ങനെ നടന്ന് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഡാൻസ് ബാർ. ആടുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ആയില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു ഷോപ്പിംഗ് മാർട്ട്, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എല്ലാം ഉണ്ട് ഇതിൽ. അതായത് ഇത്രയും നമ്മളിപ്പോൾ ഏകദേശം ഒരു 5ാമത്തെ ഡെക്കിലുള്ള. താഴോട്ടൊക്കെ ഈ കാർ ഡെക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചത്. പിന്നെ ഇതാ കാണാം 5, 4, 3. ഞങ്ങളിപ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ചും കൊണ്ട് വന്നപ്പോൾ പിന്നെ ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള 9 ഡെക്കില്ലേ. പക്ഷേ ഇവിടെ ഇങ്ങനെ നമ്മൾ ഒലഞ്ഞ് കളിക്കുക. അങ്ങോട്ട് പോവുക. ഇതാകുമ്പോൾ അതാ പോണ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോവുക. നമുക്ക് ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടണില്ല. ഇങ്ങനെ ആടി കളിക്കുന്നു. ഇതാ പോണ. നേരത്തെ റെസ്റ്റോ ബാറാണ്. ഇപ്പോൾ സെറ്റ് പരിപാടി. ഏതാ വൈബ്. Gosta
2.5 മണിക്കൂറിന് ശേഷം പിന്നെ ഹെൽസിങ്കി പോർട്ടിലെത്തി. അവിടെ ലാൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയുള്ള സിറ്റീൻ്റെ ഒക്കെ വ്യൂ കാണിച്ചു തരാം. ഏതായാലും ടാലിൽ നിന്ന് ഹെൽസിങ്കിയിലോട്ടുള്ള ഷിപ്പ് അതേതായാലും അടിപൊളിയായിരുന്നു. നല്ല നല്ല യാത്രയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനും പറ്റി, കുറേ കാണാനും പറ്റി, എല്ലാം അടിപൊളി. അങ്ങനെ ഇനി ഹെൽസിങ്കിയിൽ ഇറങ്ങിയിട്ട് കാണാം ബാക്കിയൊക്കെ. നമ്മൾ ഹെൽസിങ്കി പോർട്ടിലെത്തി. ഇതാണ് പോർട്ട്. അതായത് ഇപ്പുറത്തെ സൈഡിലുള്ളൊരു വ്യൂ ആണ്. നൈസ്. അവിടെ കുറേ തട്ടായിട്ടാണ് ബിൽഡിങ്ങുകളൊക്കെ. അടിപൊളി. ടാലിൽ നിന്ന് ഹെൽസിങ്കിയിലോട്ടുള്ള ഷിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും അടിപൊളി റൈഡായിരുന്നു. കാരണം എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ വീഡിയോ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ റൈഡ്? ഇതാണ് ഞങ്ങൾ വന്ന ഷിപ്പ്. ഇപ്പോഴാണ് ശരിക്കും വലിപ്പം അറിയുന്നത്. ബാക്കൊക്കെ അങ്ങ് അവിടെ വരെ ഉണ്ട്. പിന്നെ ഒരറ്റത് അവിടെ വരെ. ഇത്ര ആൾക്കാരിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഏതായാലും സൂപ്പർ യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഷിപ്പിൽ നിന്ന് ഇറങ്ങി. പായസം എങ്ങോട്ട് നോക്കടാ. അടിപൊളി. താഴെത്തൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ഏതായാലും ഒരു എയർപോർട്ട് സെറ്റപ്പാണ്. അടിപൊളി. പോർട്ട് നൈസാണ് കണ്ട. അങ്ങനെ നമ്മൾ ഏകദേശം പുറത്തെത്താനായി. ഏതാണ് എക്സിറ്റ്. നേരെ ഡയറക്റ്റ് സിറ്റിയിലോട്ടാണ് ഹെൽസിങ്കി. അങ്ങനെ നമ്മൾ പുറത്തെത്തി. ഇവിടെ ഏകദേശം ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങിയാണ്. ഡെക്കറേഷൻസൊക്കെ കുറേ ഡെക്കറേഷൻസൊക്കെ കാണുന്നുണ്ട്. ഈ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ മെയിനായിട്ട് ഈ ഫിൻലാൻഡിലൊക്കെ തന്നെയാണ്. മറ്റേ ലാപ്ലാൻഡൊക്കെ ഇവിടെ ആണല്ലോ, മറ്റേ സാന്റാക്ലോസ് വില്ലേജൊക്കെ. പിന്നെ അവിടെ ട്രാമുണ്ട്. എന്തായാലും ബാക്കി പോയി നോക്കാം. നല്ല തണുപ്പുണ്ട്. എന്തായാലും ക്ലൈമറ്റ് +6 ആണെങ്കിലും ഫീൽസ് ലൈക്ക് -6 ആണ്. നല്ല കാറ്റുള്ളതുകൊണ്ട് എന്തായാലും പോയി നോക്കാം. ഇപ്പം നമ്മൾ പോർട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് നീങ്ങാണ്. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ എത്തിക്കണ്ട് നെറ്റിലൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് പിന്നെ വേൾഡിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രിയാണ് ഈ ഫിൻലാൻഡ്. അത് ഇവിടെ എന്തോ മതവിശ്വാസമൊക്കെ കുറവായിട്ടാണെന്നൊക്കെ പറയുന്നത്. പിന്നെ ക്രൈം റേറ്റ് അതൊക്കെ കുറവാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും അടിപൊളി കൺട്രിയാണ്. പിന്നെ അത്യാവശ്യം ഡെവലപ്പിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും ബാക്കി നമുക്കിങ്ങനെ വഴിയെ കാണാം. എന്തായാലും നാളെ ഈവനിങ് വരെ ഉണ്ട്. നാളെ ഈവനിങ് ഫെറിക്കാണ് തിരിച്ച് ടാലിനിലോട്ട് പോകാൻ പ്ലാന്. പിന്നെ ടാലിൽ നിന്ന് കുറച്ച് കറങ്ങിയിട്ട് നൈറ്റ് ബസ് ബുക്ക് ചെയ്തിട്ട് നേരെ റിഗയിലേക്ക്. അതാണ് ടോട്ടൽ പ്ലാൻ. ഞാനൊക്കെ നടക്കുമല്ലെന്ന് നമുക്ക് വഴിയെ കാണാം. ഇത് ഇവിടുത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. ഏതായാലും പുറത്തുള്ള ആർക്കിടെക്ചറൊക്കെ അടിപൊളി. ഇങ്ങനെ മുന്നോട്ടിങ്ങനെ നടന്ന് നീങ്ങാണ്. ഏകദേശം ഒരു 9:30 ആയി ഇവിടെ സമയം. പിന്നെ എന്തായാലും നോക്കാം. അതങ്ങനെ നടന്ന് നല്ലൊരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് നല്ല കളർഫുൾ ട്രാം പോകുന്നുണ്ട്. പിന്നെ അവിടെയാണ് റാഡിസൺ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ യാച്ച് അടിപൊളി വ്യൂ. നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഈ സീ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, അടിപൊളി. ഇവിടുത്തെ ട്രാം ഏതായാലും അടിപൊളി, നല്ല കളർഫുൾ. പിന്നെ അത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നത്. അതെ, HSL അതന്നെ. പിന്നെ ഇതിവിടെ നടന്ന് ഞങ്ങളൊരു സ്ക്വയറിലെത്തി. സ്ക്വയർ ഏകദേശം അടിപൊളി, നല്ലതാണ്. ഇവിടെ ട്രാം, ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ആണോ, എന്തായാലും കൊള്ളാം. ഞങ്ങൾ ഈ നടന്ന ഈ സ്ഥലങ്ങളൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ്, ഫുള്ള് സെറ്റപ്പ് ആയിട്ടുള്ള. ഇവിടെ ഓൾഡ് സിറ്റിയിൽ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും നോക്കട്ടെ. ഇതുവരെ വന്നതൊക്കെ അടിപൊളി, ട്രാമൊക്കെ സെറ്റ് സാധനം. ഇവിടെ കണ്ടില്ലേ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസൊക്കെ അവിടെ കാണുന്നുണ്ട്. ഞങ്ങളെ മുന്നേ 2 പേര് ലാറ്റ്വിയയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അങ്ങനെ ഫൈനലി അവരെ കണ്ടുമുട്ടി ഗായ്സ്. അർഷു അൻസബു. ഇത് ഇവിടുത്തെ ഒരു മാളാണ്, ഒരു മാളിൻ്റെ സ്ക്വയർ പോലെ.
ഫുള്ള് നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ. ഇതെന്തോ ഒരു ഭരണി പോലത്തെ ഒരു സാധനം, അത് കാണാൻ നൈസാ, അടിപൊളി. പിന്നെ അത് നടന്ന് ഇവിടെ വേറൊരു സ്ക്വയറിലെത്തി, അടിപൊളി. ഞങ്ങൾ ഓൾഡ് സിറ്റിയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ ഈ പുതിയ ടൈപ്പ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നതൊക്കെ. എന്തായാലും അവിടെ കുറച്ച് ഓൾഡ് ബിൽഡിംഗ് കാണുന്നുണ്ട്. എന്തായാലും മുന്നോട്ടേക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാരായിട്ട് അടിപൊളി ഒരു സെറ്റ് ടീം തന്നെ ഉണ്ട്. നല്ല അടിപൊളി സിറ്റിയാണ്. ഏതായാലും ആ സ്ട്രീറ്റ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് അടിപൊളി, നൈസ്. ട്രാമിൻ്റെ ഒരു ജംഗ്ഷനാണ്, അടിപൊളി. ഞങ്ങൾ നടന്ന് പിന്നൊരു സർക്കിളിലെത്തി. ഇവിടെയൊക്കെ കിടില, ഇതാണ് സെൻട്രൽ സ്റ്റേഷനാണ് തോന്നുന്നു, അടിപൊളി. ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ്. ഇവിടെ ഇപ്പോൾ ഇത്രയും നൈറ്റായിട്ടും നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അന്ന് സ്വീഡൻ പോയപ്പോൾ 8 മണിയായപ്പോൾ എല്ലാവരും റൂമിലായിരുന്നു. ഇപ്പോൾ ഏകദേശം 10-11 മണിയായി, എന്നിട്ടും സെറ്റപ്പാണ്. ഞങ്ങളിതപ്പോൾ 5 ആൾ റിയെന്ന് വന്നിട്ട് ഇപ്പോൾ ടോട്ടൽ 7 ആളായി. സെറ്റല്ലേ? എവിടെ ഇവനോട് അശ്വിനോടെ? അശ്വിനോടെ വേറെ ഫോട്ടോഷൂട്ടില്ല. എന്തായാലും ഇങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റൂമിലോട്ട് ഇനിയും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ വഴിയിലേക്കൂടെ അങ്ങനെ എല്ലാം കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളി, അടിപൊളി. ഇതിപ്പോൾ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് എങ്ങോട്ട് പോയാലും നല്ല കിടിലൻ ഡെക്കറേഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ലാപ്ലാൻഡൊക്കെ ഇവിടെ വരുന്നോണ്ടേ നല്ല നൈസ്. ഇങ്ങോട്ടേക്കുള്ള വ്യൂ നോക്കിയാൽ അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഈ റൂട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ ലൈറ്റിംഗ് ഒക്കെ അടിപൊളി. അതായത് കറക്റ്റ് സമയത്താണ് ഇത് വന്നത് ഇവിടെ. പിന്നെ നവംബർ 30 തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുവരെ കറക്റ്റായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത്, വെരി നൈസ്. അങ്ങനെ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ നൈസാണ്. അങ്ങനെ ഈ ജംഗ്ഷനും എല്ലാം നടന്ന് നീങ്ങുകയാണ്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഈ സ്റ്റോക്ക്മാൻ്റെ സൈഡിലാണ്. ഡെക്കറേഷൻസ് ചെയ്താലും അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഏകദേശം ഞങ്ങൾ ഓൾഡ് സിറ്റിൻ്റെ ഒക്കെ അടുത്ത് എത്താനായി. ഓൾഡ് ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. പിന്നെ അവിടെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, എന്തായാലും പോയി നോക്കാം. നൈറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഭംഗി. നൈറ്റ് വ്യൂ എന്തായാലും കാണണമല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ കാണുന്നുണ്ട്. 2 സൈഡ് ലൈറ്റൊക്കെ ആയിട്ട് നൈസ്, അടിപൊളി. ഇതൊക്കെ നൈസായിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. പിന്നെ അവിടെ കുറേ ഓൾഡ് ബിൽഡിങ്ങുകൾ, എല്ലാം അടിപൊളി. നല്ലൊരു റെസ്റ്റോ ബാർ, ഇതാ കഫേ. പിന്നെ ഇതാണ് ഞങ്ങൾ നേരത്തെ വരാൻ വിചാരിച്ച സ്ഥലം. ആ ജാൻവിയിലൊക്കെ കണ്ടില്ലേ, അടിപൊളി. ഇവിടെ മാർക്കറ്റ് അധികം ഓണായില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ പിന്നെ ആ ഒരു സെൻറ്ററിലെത്തി. ഇതാണ്, പക്ഷെ അതൊക്കെ ക്ലോസ് ആണ്. അവിടെ കുറേ പെട്ടിക്കട പോലെ കണ്ടില്ല, അതാണ് ഈ മാർക്കറ്റ്. പിന്നെ അവിടെ ഒരു പഴയ ചർച്ചൊക്കെ കാണുന്നുണ്ട്. അതാ അവിടെ ജയന്റ് വീൽ. എന്തായാലും കൊള്ളാം. അങ്ങനെ ഇവിടുന്നും മെല്ലെ റൂമിലോട്ട് തിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഏകദേശം വ്ളോഗ് ഇവിടെ ഞാൻ നിർത്തും. ബാക്കി നാളെ മോർണിംഗ് കുറച്ച് ഹെൽസിങ്കി മൊത്തം കറങ്ങിയിട്ട് ഈവനിങ് ഫെറി കയറിയിട്ട് തന്നെ ടാലിനിലോട്ട് പോകും, എസ്റ്റോണിയക്ക്. ഹെൽസിങ്കിയിൽ ഇപ്പോൾ നൈറ്റ് കുറച്ച് നേരം കറങ്ങി. പിന്നെ ക്രിസ്മസിൻ്റെ ആ ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയാണ്. എന്നാലും മെയിൻ മാർക്കറ്റ് ഓപ്പൺ ആയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒന്നും ഓപ്പൺ ആയത് കാണുന്നില്ല. പിന്നെ ഇവിടെയാണ് ആ സെൻറ്റർ മാർക്കറ്റ് നടക്കുന്നത്. ആ ട്രീ ഒക്കെ വെച്ചിട്ട് എന്താ അറിയില്ല. പിന്നെ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ റൂമിലോട്ട് പോയിട്ട് നാളെ രാവിലെ ഇറങ്ങിയിട്ട് ഒന്നുകൂടി പകലൊന്ന് കറങ്ങും. അങ്ങനെയാണ് പ്ലാന്.
അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് നടന്ന് നീങ്ങാണ് നേരെ റൂമിൽ. പിന്നെ ഇനിയിപ്പോൾ റൂമിലോട്ട് പോകുന്ന വഴിക്കും കുറച്ച് വീഡിയോസ് വേണമെങ്കിൽ കാണിച്ചു തരാം. മേ ബി ട്രാമിൽ പോകും, അല്ലെങ്കിൽ നടന്നിട്ട് തന്നെ പോകും. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നടക്കാൻ ഇത്ര ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇങ്ങനെ പോവുകയാണ്. നോക്കാം, ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം, റൂമും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. പിന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത booking.com ഡോർമെട്രീസ്. ഞങ്ങൾ 7 പേരുള്ളതുകൊണ്ട് 7 ഡോർമെട്രി അങ്ങ് വാങ്ങി, 7 ബെഡ് അങ്ങ് എടുത്ത്. പിന്നെയും കുറച്ച് നടന്നിട്ട് ഇതാണ് ഹെൽസിങ്കി കത്തീഡ്രൽ. അടിപൊളി. ഇവിടെ കുറേ മാർക്കറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട്. പക്ഷേ ഏകദേശമൊക്കെ ക്ലോസ് ആയിട്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടില്ല മുഴുവനായിട്ട്. കുറേ സ്റ്റാളുകളാണ് കാണുന്നത്. ആ കത്തീഡ്രൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വീട്ടിലും വ്യൂ. ഇവിടെ വേറെ അടിപൊളി ബിൽഡിങ്. ഇവിടുത്തെ ടാക്സ് ഒക്കെ അടിപൊളി. അയോണിക് 5, ബെൻസിൻ്റെ AMG, പിന്നെ ഇത് ബെൻസ്, വേറൊരു ബെൻസ് പോണ്. ഇത് ട്രാമിൻ്റെ ഒരു റൂട്ടായത്. ഏതായാലും നൈസാണ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ. സ്ട്രീറ്റും അടിപൊളി. എന്നാലും കൊള്ളാം കേട്ടോ. യൂറോപ്പിലൊരു ഇത് എല്ലാ കൺട്രീൻ്റെ ഓൾഡ് ടൗൺ ആണ് ഭയങ്കര ഭംഗി. ഇതുണ്ടല്ലേ സെറ്റ്. അങ്ങനെ ഈ കത്തീഡ്രലിൻ്റെ അടുത്ത് എന്തായാലും നാളെ മോർണിംഗ് വരും. പിന്നെ അതേതായാലും പകൽ വന്ന് ഒന്ന് കാണേണ്ടതാണ്. പക്ഷെ ഇവിടെ മാർക്കറ്റൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിൻ്റെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ കാണിക്കാം. എന്തായാലും ട്രാം എന്ന് പോകുന്നു കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് പിന്നെ ട്രാമിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ട്രാം എത്തി. 7 നമ്പർ. ഇതിലൊരു 10 സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ റൂമിൻ്റെ അടുത്തെത്തും. അങ്ങനെ ഇവിടുത്തെ ട്രാമിൽ കയറാൻ പോവാണ്. അങ്ങനെ ട്രാമിൽ കയറി. അടിപൊളി ട്രാം ഉണ്ടാകും, നല്ല നീറ്റാണ്. അങ്ങനെ നമ്മൾ ട്രാമിൽ നിന്ന് ഇറങ്ങി ഏകദേശം ആ ജംഗ്ഷനിൽ റൈറ്റ് പോയാലാണ് നമ്മളെ ഹോട്ടൽ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോവാണ്, നടന്നു പോവാണ്. അങ്ങനെ ഇതാണ് നമ്മൾ എടുത്ത ഡോർമെട്രി റൂം, ചീപ്പ് ആൻഡ് സ്ലീപ്പ് ഹോസ്റ്റൽ. അപ്പോൾ റൂമിൻ്റെ ഫോട്ടോ ഒക്കെ അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ കണ്ടപ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഉള്ളിൽ കയറിയിട്ട് നോക്കാം. പിന്നെ എല്ലാവരും ഓഫർ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഇവിടെ ഞങ്ങൾ നോക്കിയാൽ ചീപ്പാണ് ഇത്. किलो 24 घंटा का लेकिन इसमें तो शाम 5 बजे के पहले हम उसे लेके जाते हैं. लेके जाने कोई फ़ायदा नहीं है. ഇതാണ് ഞങ്ങളുടെ ഡോർമെട്രി. ഇവിടെ ക്വയറ്റ് ടവറാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കാത്തത്. അടിപൊളി, അത്യാവശ്യം നീറ്റാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ബെഡ്. ലോക്കർ സെറ്റപ്പൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി. ഇതാണ് ഞങ്ങളെ സ്റ്റേൻ്റെ ഒരു ഉൾവശം. പിന്നെ കുറേ പേരുണ്ട് ഇവിടെ. റൂമിന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് കുഴപ്പമില്ല. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എന്തായാലും രാവിലെ റിഗേന്ന് ഇറങ്ങിയതാണ്. പിന്നെ എസ്റ്റോണിയ എത്തി, ഇപ്പോൾ ഫെറി കയറി ഫിൻലാൻഡ് എത്തി. ഇനിയിപ്പോൾ നാളെ മോർണിംഗ് ഹെൽസിങ്കി മൊത്തം ഒന്ന് കറങ്ങിയിട്ട് ഈവനിങ് ഫെറി കയറിയിട്ട് നേരെ ടാലിനിൽ പോകും. ടാലിന്ന് നൈറ്റ് ബസ്സിന് കയറിയിട്ട് റിഗയിലേക്ക്. അതാണ് പ്ലാന്. എന്തായാലും നോക്കാം. എന്തായാലും കിടില സ്റ്റേ ആട്ടോ. നല്ല ആംബിയൻസും എല്ലാം ഉണ്ട്, അടിപൊളി. ചീപ്പ് ആൻഡ് സ്ലീപ്പ് ഹോസ്റ്റൽ, അതാണ് ഇതിൻ്റെ പേര്. ഇവിടെ തന്നെ ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ നാളെ കാണാം. അതുവരേക്കും ബൈ.